എന്റെ പേര് മാത്യു തോമസ്. ഞാൻ യുവക്ഷേത്ര കോളേജിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. ഞാനൊരു 20 വർഷം ആർമിയിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 15 വർഷമായിട്ട് യുവക്ഷേത്ര കോളേജിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോവിഡ് വരുന്നോളം വരെ ഒരു അസുഖവും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കോവിഡ് എനിക്ക് വളരെ സീരിയസ് ആയിട്ട് പിടിച്ചു. ഞാൻ ഒരു 1.5 മാസം പീക്കദാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്റെ ഓക്സിജൻ ലെവൽ 45-നൊക്കെ താഴെ പോയ കണ്ടീഷനിൽ നിന്നാണ് ഞാൻ പിന്നെ തിരിച്ചു വന്നത്. അങ്ങനെ വന്നപ്പോൾ എനിക്ക് നല്ല അലർജിയായി, ശ്വാസം മുട്ടായി, ചുമ നിർത്താത്ത ചുമയായി, ഒരു കൊതുക് കടിച്ചാൽ പോലും എന്റെ മേൽ നന്നായിട്ട് നീര് വന്നു. ഈ ഒരു കണ്ടീഷനിൽ ഞാൻ തിരിച്ചു വന്നു. അവിടെ നിന്ന് ഞാൻ ഇതിന് കുറെ പൾമോളജിസ്റ്റിനെ കണ്ടു. ലാസ്റ്റ് ഇവിടെ ഈ നമ്മുടെ ഇവിടെ കല്ലേക്കാടുള്ള ഹോസ്പിറ്റലില് അവിടെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ ആഷിഖ് സാർ പൾമോളജിസ്റ്റ്, അദ്ദേഹത്തിന്റെ മരുന്നായിരുന്നു. എനിക്ക് ഒരു 8,000 രൂപയുടെ മരുന്ന് എല്ലാ മാസവും വേണമായിരുന്നു. ആ മരുന്നും കഴിച്ച് ഇങ്ങനെ ജീവിക്കുന്ന സമയത്താണ് യുവക്ഷേത്ര കോളേജിൽ വെച്ച് ഇവരുടെ ഒരു പ്രോഗ്രാം, നമ്മുടെ ഈ ബയോടൂറിസത്തിന്റെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് RK സാറ്, JP സാറ്, വേണുഗോപാൽ സാറ് ഇവരെല്ലാരും കൂടെ വന്നു. എല്ലാവരുടെയും കയ്യിൽ ഇതുപോലൊരു ബാൻഡ് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു എന്താണ് ഒരു കൗതുകം നമുക്കല്ലേ, ഈ ഒരു കയ്യിൽ ഒരു ബാൻഡ് കാണുമ്പോൾ നമുക്കൊരു കൗതുകം. ആ ഒരു കാണുമ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഇങ്ങനെ ഈ ബയോടൂറിയം കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആണ്, ഇവിടെ നമുക്കൊരു മീറ്റിംഗ് ബുക്ക് ചെയ്യാൻ വന്നതാണ്. ആ മീറ്റിംഗ് ഞാൻ പങ്കെടുക്കാൻ പറ്റിയില്ല, കണ്ടു. പിറ്റേ ദിവസം വേണു സാറിന്റെ വീട്ടിലെത്തി ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ ആദ്യത്തെ ഒരു പോയിന്റ് പറഞ്ഞത് നല്ല ഉറക്കം കിട്ടുന്നു. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചത്, കാരണം ഞാൻ മരുന്ന് ഓൾറെഡി കഴിക്കുന്നുണ്ട്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് മാറുന്നു നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ വേണു സാർ എന്നോട് പറഞ്ഞൊരു കാര്യം, നല്ല ഉറക്കം കിട്ടുന്നു. കാരണം എന്റെ വൈഫിന് ഒരു 12 വർഷമായിട്ട് നട്ടല് ബൾജിങ് ആയിട്ട് C4, C5, C6, L6, L5 ഈ വേദന കാരണം ഒരു 14 ഇവിടുന്ന് പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലെ സംഗീത് ചെറിയാൻ ന്യൂറോളജിസ്റ്റിന്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കൂടി വേദന മാറുന്നില്ല. ഞാനൊരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ എപ്പോഴും അവരുടെ വേദന കാരണം ഒന്നിൽ കുത്തിയിരുന്ന് കരയുന്നുണ്ടാകും, അല്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ടാവും. ഈ ഒരു കണ്ടീഷനിലായിരുന്നു. ആ ഒരു കണ്ടീഷനിൽ വേണു സാർ പറഞ്ഞ് നല്ല ഉറക്കം കിട്ടുന്നപ്പോൾ ഞാൻ ധൈര്യമായിട്ട് വാങ്ങിയ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ 1 വർഷമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ 1 വർഷമായിട്ട് ഉറക്കത്തിന് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. അത് കഴിഞ്ഞൊരു 1 മാസത്തോളം ആയപ്പോഴത്തേന് എല്ലാ വേദനകളും ഏകദേശം കുറഞ്ഞു, മരുന്നുകൾ നിർത്തി. അപ്പോഴാണ് ഞാനും ഇതിൽ കൂടെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊരു 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ക്ഷീണങ്ങൾ കുറയാൻ തുടങ്ങി. കാരണം ഞാൻ ഒരു 12ഓളം ഗുളിക ദിവസം കഴിച്ചുകൊണ്ടിരുന്ന വ്യക്തി രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്ക് തല നേരെ നിൽക്കുമോ, ആ ഒരു കണ്ടീഷനിൽ നിന്ന് വരുന്നപ്പോൾ എന്റെ ഈ ഗുളികൾ എനിക്ക് ക്ഷീണമില്ലാത്ത ഒരു അവസ്ഥ എനിക്ക് തോന്നാൻ തുടങ്ങി, എന്റെ ബോഡിയിൽ അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പൊ ഞാനൊരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ബ്ലഡ് ഞാൻ പോയി സുധർമ്മ ലാബിൽ ഒറ്റപ്പാലം പോയി ചെക്ക് ചെയ്തപ്പോൾ എന്റെ കൊളസ്ട്രോള് എനിക്ക് 290 ആയിരുന്നു, അത് വന്ന് എനിക്ക് 104-ലെത്തി. അതിൽ യൂറിക് ആസിഡ് 8.2 ആയിരുന്നു, അതുകൊണ്ട്